ഹെറോദോസ് ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. എല്ലാവരും താന്താങ്ങളുടെ പട്ടണത്തിൽ പോയി പേരെഴുതി ചേർക്കണമെന്ന്. അതിനായി ജോസഫും മറിയവും ബേത്ലഹേമിലേക്ക് യാത്രയായി. ദേശവാസികൾ എല്ലാവരും തന്നെ ബേത്ലഹേമിൽ എത്തിച്ചേർന്നിരുന്നു. ആയതിനാൽ മറിയത്തിനും യൗസേപ്പ് പിതാവിനും വീടോ സത്രമോ ലഭിച്ചില്ല. അവശേഷിച്ചത് ഒരു കാലിത്തൊഴുത്തായിരുന്നു. അങ്ങനെ മാതാവ് ഉണ്ണീശോയെ ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു. അമ്മേ, ഈശോയുടെ പുൽക്കൂട് ജന്മം വഴി നമുക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? ദൈവകുമാരനായിരുന്നിട്ടും രാജകൊട്ടാരത്തിൽ ജനിക്കേണ്ടവനായിരുന്നിട്ടും എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും വിനയത്തിന്റെയും സന്ദേശമാണ് ഈശോയുടെ പുൽക്കൂട്ടിലെ ജനനം വഴി നമുക്ക് ലഭിക്കുന്നത്. ഉണ്ണീശോയെ സ്വീകരിക്കാനായി നാം ഒരുങ്ങുമ്പോൾ ഉണ്ണീശോയെ എളിമ എന്ന പുണ്യം